ചേട്ടാ ഇവിടെ നല്ല ബീഫ് എങ്ക കിട്ടും ഇവിടെ ठीक है. This is a beef stall and it's just 5 minutes away from the temple ground where Kerala's biggest festival Thrissur Puram happens. और നാളേക്ക് എത്ര കിലോ കറി പോകും? ഡെയിലി 4-3 ശനി നേരം 5-6 ബീഫ് 10 കിലോ ഡെയിലി 20 kg ബീഫ്. I'm scared. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ഞാനിവിടെ സൈഡിലോട്ടൊരു യൂട്യൂബ് പ്രൊഫൈൽ കൊടുക്കാം. കീർത്തി ഗോവിന്ദസ്വാമി എന്നാണ് ആ ഒരു യൂട്യൂബ് ചാനലിൻ്റെ പേര്. ഒരു തമിഴ് ക്രിയേറ്ററാണ്. ഇപ്പോൾ ഒരു നോർത്ത് ഇന്ത്യക്കാരി ആവാനെ കൊണ്ട് ശ്രമിക്കുന്ന, അല്ലെങ്കിൽ ഞാനൊരു നോർത്ത് ഇന്ത്യക്കാരിയാണെന്ന് സ്വയം പറഞ്ഞു നടക്കുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ ഈ കീർത്തി ഗോവിന്ദസ്വാമി. ഞാൻ സ്ഥിരമായിട്ട് വീഡിയോസൊക്കെ കാണുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു. പല ഹിസ്റ്റോറിക് ആയിട്ടുള്ള പല വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ റീസെൻ്റ് ആയിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അബൌട്ട് നമ്മുടെ കേരള ബീഫ്, ഈ ഒരു കൾച്ചറിനെ അല്ലെങ്കിൽ ബീഫ് നമ്മൾ കഴിക്കുന്നതിനെ പറ്റിയിട്ടൊക്കെ തന്നെ. അപ്പം ഈ കേരള സ്റ്റോറി 2 ഇറക്കിയിട്ട് ലോക രാജ്യങ്ങളുടെ മുന്നിൽ നമ്മളെ നാണം കെടുത്താനും ഈ രാജ്യത്തിനകത്ത് നമ്മൾ കേരളത്തെ ഒറ്റപ്പെടുത്താനും വേണ്ടിയിട്ടുള്ള ഒരു ചീപ്പ് പ്രൊപ്പഗണ്ട നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അതിൻ്റെ തൊട്ട് പിന്നാലെയാണ് ഇത്തരത്തിലുള്ളൊരു വീഡിയോ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ ടൈറ്റിൽ ആൻഡ് തംബ്നെയിൽ ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ ഇങ്ങോട്ട് വെക്കാം. ഐ സ്പെൻഡ് എ ഡേ വിത്ത് ബീഫ് ഈറ്റിംഗ് ഹിന്ദുസ്. ബീഫ് ഈറ്റിംഗ് ഹിന്ദുസ്, നോട്ട് മല്ലൂസ് അല്ലെങ്കിൽ നോട്ട് ഹ്യൂമൻസ്. ബീഫ് ഈറ്റിംഗ് ഹിന്ദുസ്. അവിടെ തന്നെ ഒരു വേർതിരിവുണ്ട്. ഹിന്ദുക്കൾ, ബീഫ് കഴിക്കുന്ന ഹിന്ദുക്കളുടെ ഒപ്പം. അത് നമ്മുടെ കേരളത്തിൽ മുസ്ലിംസും ക്രിസ്ത്യൻസും ഒന്നും ഈ പറയുന്ന ബീഫ് കഴിക്കാറില്ലേ. അത് കഴിഞ്ഞിട്ട് ആൾക്കാരെല്ലാം കൂടെ വീഡിയോക്കകത്ത് കയറിയിട്ട് പൊങ്കാല ഇട്ടിട്ടുണ്ടായിരുന്നു. പൊങ്കാല ഇട്ടതിൻ്റെ ഭാഗമായിട്ട് തന്നെ ടൈറ്റിലും തംബ്നെയിലും മാറ്റിയിട്ട് വൈ കേരള ലവ്സ് ബീഫ് എന്നിട്ട് ബ്രാക്കറ്റ് ഇട്ടിട്ടുണ്ട്, നോട്ട് എ പ്രൊപ്പഗണ്ട എന്ന് പറഞ്ഞുകൊണ്ട്. ഞാൻ ഈ വീഡിയോയുടെ എഡിറ്റിങ്ങിൽ ഇരുന്നപ്പം എന്താണ്ട് ഇപ്പോൾ വീണ്ടും ഈ ഒരു വീഡിയോയുടെ ടൈറ്റിൽ മാറ്റിയിട്ടുണ്ട്, ഇൻസൈഡ് ദ ബീഫ് ലവിങ് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ ബ്രാക്കറ്റ് ഷോക്കിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരിക്കും മനസ്സിലായി. അപ്പം ഇതിനകത്തിലെ 2 കമൻറ്റ് ഞാൻ വായിച്ചു തരാം. കീർത്തി ഗോ make video about Uttar Pradesh being the largest beef exporter. The irony is that they worship cows. Do a video on houses without toilets in North India. Also, please leave your agenda at home when you come to Kerala next time. അപ്പോൾ ഇങ്ങനെ കമൻസും കാര്യങ്ങളൊക്കെ വന്നപ്പോഴേക്കും പുള്ളിക്കാരിക്ക് മനസ്സിലായി സംഭവം കയ്യിൽ നിന്ന് നൈസായിട്ട് പാളിയിട്ടുണ്ടെന്നുള്ള രീതിയിൽ. കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോക്കകത്ത് ഉടനീളം തന്നെ ബീഫ് കഴിക്കുന്ന ആൾക്കാർ ഇത്ര കിലോ ബീഫ് ഇവിടെ വിറ്റ് പോകുന്ന, ഇവിടെ ബീഫ് കൊടുക്കുന്ന, അയ്യോ ഓ ഇങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് ഇട്ടുകൊണ്ട് എനിക്ക് പേടിയാണ് ഇവിടെ, അയ്യോ ഐ എം ലിറ്റിൽ സ്കേറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇത് നോർത്ത് ഇന്ത്യ അല്ല, ഇത് കേരളമാണ്. മനുഷ്യന്മാരെ മനുഷ്യരായിട്ട് കാണുന്ന ആൾക്കാരാണ്. അപ്പൊ ഇതിനെക്കുറിച്ചിട്ട് JBTV ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേക്കിന് അതിന്റെ കമന്റ് ബോക്സ് വന്നിട്ട് ഇതേ കീർത്തി എന്നൊരു കമന്റ് ഇട്ടായിരുന്നു. ആ കമന്റ് ഞാൻ ഇങ്ങോട്ട് വായിക്കാം. Hey, I understand that this topic is sensitive and people can see differently, but just to clarify, the intention of my documentary was not to promote or oppose any food choice. It was to understand how and why beef is widely consumed in Kerala, which is very different from many other parts of India. As you know already, a lot of narratives online say that beef is being forced on people in Kerala. I wanted to break that narrative. That's what I tried to document. That's also why I spoke to nutritionists and a historian to understand both the health perspective and the historical context. The goal was to genuinely show the people outside the ground reality of Kerala. I would genuinely encourage people to watch the full documentary before forming an opinion, because short clips can sometimes create a very different impression from the complete work. Healthy disagreement is always welcome എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഈ ഒരു വീഡിയോ ഇനിയിപ്പോൾ സ്ട്രൈക്ക് വല്ലതും വന്നിട്ട് ടേക്ക് ഡൗൺ ആവുമെന്നുള്ളതെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഇതിനകത്ത് പറയുന്ന 2 കാര്യങ്ങളില്ലേ, ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് പുറത്തുള്ള ആൾക്കാർ കേരളത്തെ പറ്റിയിട്ട് ഇങ്ങനെയാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗ്രൗണ്ട് റിയാലിറ്റി കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു ഗ്രൗണ്ട് റിയാലിറ്റി ഇവർ കാണിക്കുന്ന രീതി നിങ്ങൾ ഇതിനകത്ത് ശ്രദ്ധിക്കണം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഷോർട്ട് ക്ലിപ്സ് കണ്ടിട്ട് ആൾക്കാരുടെ ഒരു ഇംപ്രഷൻ ഡിഫറൻറ്റ് ആവാൻ സാധ്യതയുണ്ടെന്ന് പറയാം. ഇതൊരു ക്ലിക്ക് ബെയിറ്റിങ്ങിന് വേണ്ടിയിട്ട്, അപ്പം തുടക്കത്തിൽ കുറച്ച് സാധനം കാണിക്കുന്നുണ്ട്. ഫസ്റ്റ് ഇട്ടേക്കുന്ന ടൈറ്റിൽ ആൻഡ് തംബ്നെയിലാണെങ്കിൽ പോലും ക്ലിക്ക് ബെയിറ്റിന് വേണ്ടിയിട്ട് ഇട്ടേക്കുന്ന ഒരു സാധനമാണ്. ഇത് സെൻസിറ്റീവ് ആണ്, ഇങ്ങനത്തെ പ്രോബ്ലം നമ്മളൊക്കെ വളരെ കൃത്യമായിട്ട് വരുന്ന വ്യക്തിയാണ് ഇങ്ങനെ ഒരു സാധനം ഇട്ടേക്കുന്നത്. ഇതേപോലൊരു സംഭവം ഇതിനു മുമ്പ് നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ നടന്ന ടൈമിൽ ഇതേപോലൊരു തമിഴ് ക്രിയേറ്റർ ആയിട്ടുള്ള A2D, പലർക്കും അറിയുന്നുണ്ടാവാം. അപ്പം A2D എന്ന് പറയുന്ന ചാനലിൽ പുള്ളിയും ഇത്തരത്തിൽ ഐ സപ്പോർട്ട് പാകിസ്ഥാൻ എന്ന് പറഞ്ഞിട്ട് തംബ്നെയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു ടൈറ്റിൽ ആൻഡ് തംബ്നെയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. വീഡിയോക്കകത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്താണ് സംസാരിക്കും, പക്ഷേ അങ്ങനെ ഒരു സംഭവം ക്ലിക്ക് ബൈറ്റിന് വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു. ആൾക്കാർ പിടിച്ച് പൊങ്കാല ഇട്ടപ്പോൾ ആ ടൈറ്റിൽ ആൻഡ് തംബ്നെയിൽ പിന്നീട് A2D മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് ഈ ഷോർട്ട് ക്ലിപ്സിന്റെ ഇംപ്രഷൻ മാറ്റി എന്ന് പറയുമ്പോൾ സെൻസിറ്റീവ് ആണെന്ന് അറിഞ്ഞിട്ട് തന്നെ നിങ്ങൾ അങ്ങനെ ഒരു സാധനം ഇട്ടല്ലോ. ഇനി ഇപ്പം ഈ പറയുന്ന ഗ്രൗണ്ട് റിയാലിറ്റി കാണിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇടയിൽ നോർത്തിൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് അംഗമായിട്ട് പല സംഭവങ്ങളെ പറ്റിയിട്ട് പല വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്തുള്ള ഗ്രൗണ്ട് റിയാലിറ്റി എന്താണെന്ന് അറിയിക്കാനൊക്കെ എന്തുകൊണ്ട് അങ്ങും ഇങ്ങും പോയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ റിയാലിറ്റി ആൾക്കാരിലോട്ട് എന്തുകൊണ്ട് എത്തിക്കാതെ ഇവിടെ ഒരു ട്രെയിലർ കേരള സ്റ്റോറി 2 എന്ന് പറഞ്ഞ ചീപ്പ് പ്രൊപ്പഗണ്ട ഇത് വന്നിട്ട് അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഗ്രൗണ്ട് റിയാലിറ്റി കാണിക്കുന്ന രീതി നമുക്ക് ഇവിടെ കാണാം. ഓക്കെ, എന്തുകൊണ്ട് അങ്ങോട്ടേക്ക് പോകുന്നില്ല? ഇനിയും ഇവർ ഈ കാണിച്ചേക്കുന്ന ഭയങ്കര ജെന്യൂനായിട്ട് കാണിക്കുന്ന ഒരു സാധനം നമുക്ക് എന്താണെന്നുള്ള ആ വീഡിയോ നമുക്ക് പരിശോധിക്കാം.
അതിന് മുന്നേ തന്നെ ഈ കീർത്തി ഗോവിന്ദസ്വാമി ഒരു തമിഴത്തെയാണ്. അപ്പം ഇന്ത പൊമ്പള വന്ന് പിന്നീട് നോർത്തിലോട്ട് പോയി അവിടുത്തെ ഒരു നോർത്ത് ഇന്ത്യക്കാരിയായിട്ട് മാറിയേക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ആവാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഇതിനെക്കുറിച്ച് മുമ്പ് വന്നേക്കുന്ന ഒരു വീഡിയോ, നമ്മുടെ കീർത്തി ഗോവിന്ദസ്വാമിയുടെ ഒരു വീഡിയോ ഞാൻ ഇങ്ങോട്ട് പ്ലേ. അപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും. मैं सुनना चाहूंगा आपके विषय में कुछ. I'm sorry, मुझे हिंदी समझ कर सकती हूँ बट बोलने के लिए थोड़ा मुश्किल है. आपको जो मर्जी पड़े बोलो. ये देश बहुत बड़ा है, किसी न किसी कोने में तो आपको सुनने वाला मिल ही जाएगा. எல்லாருக்கும் வணக்கம். I would really like to appreciate our Honorable Prime Minister for the fact that you have taken up Tamil in a lot of stages and you said like Tamil. So I must start with Vanakkam. Yeah, Vanakkam. So I'm really grateful for that. I always felt like it lacks a national platform which you brought here. So I'm really grateful for that, sir. Yeah, she is really grateful. എനിക്ക് തോന്നുന്നു ഈ ഒരു നമ്മുടെ കേരളത്തിൽ ബീഫ് ഈറ്റിംഗ് ഹിന്ദുസ്, അപ്പോൾ ആ ഒരു വീഡിയോ ചെയ്തതിനു ശേഷം ഷീ മേ ബി റിയലി ഗ്രേറ്റ്ഫുൾ ആയിരിക്കും. ആൻഡ് ആലോചിക്കേണ്ടത് തമിഴ്നാട്, എടാ നമ്മുടെ തൊട്ടപ്പുറത്ത് അയൽ സംസ്ഥാനത്തു നിന്ന് പോയേക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം മേളിലോട്ട് ചെന്ന് അല്ലെങ്കിൽ നോർത്തിലോട്ട് പോയിട്ട് പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ബീഫ് ഈറ്റിംഗ് ഹിന്ദുസ്, നമുക്കിനി വീഡിയോക്കകത്ത് പറയുന്ന ആരോട് നമുക്ക് കാണാം. ചേട്ടാ ഇവിടെ നല്ല ബീഫ് എങ്ക കിട്ടും? ബീഫോ? ഹാ, ഇവിടെ ठीक है. This is a beef stall and it's just 5 minutes away from the temple ground where Kerala's biggest festival, Thrissur Puram, happens. This place is in Thrissur, a district known for its strong Hindu presence, a land of Thrissur Puram, Kerala's biggest temple festival. And yet, this is just another busy lunch hour. അത് നമ്മുടെ കേരളം എന്ന് പറയുന്നത് തൃശ്ശൂർ പൂരവും നമ്മുടെ ഈ ഒരു വലിയൊരു ഉത്സവമാണല്ലോ. അപ്പോൾ കേരളത്തിൻ്റെ എന്ന് പറയുമ്പോൾ വലിയൊരു ഫേസ് ഓഫ് ദ കേരള എന്നൊക്കെ പറയുന്നതിൽ ഒരു ഭാഗമാണല്ലോ തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത്. അപ്പം അത്രയും വലിയൊരു ക്ഷേത്രം അല്ലെങ്കിൽ അവിടെ ഇതൊക്കെ നടക്കുന്ന ആ ഒരു ക്ഷേത്രത്തിന് ചുറ്റുപാട് അല്ലെങ്കിൽ അതിന് ചുറ്റളവിൽ ഇത്തരത്തിൽ ബീഫ് ആളുകൾ വിൽക്കുന്നു, കച്ചവടം ചെയ്യുന്നു, കറി വെച്ച് കൊടുക്കുന്ന ആളുകൾ അവർ കൺസ്യൂം ചെയ്യുന്നു, കഴിക്കുന്നു. അപ്പം ലഞ്ചിനൊക്കെ ആൾക്കാർ ഇത് കഴിക്കുന്നു പറയുമ്പോൾ എന്താണ് അതിങ്ങനെ പ്രത്യേകിച്ച് എടുത്തു കാണിക്കാനെ കൊണ്ട് എന്താണ്? ബീഫ് അമ്പലനടയിൽ വെച്ചിട്ടല്ലല്ലോ ബീഫ് കൊടുക്കുന്നത്, അല്ലല്ലോ. അപ്പം ആൾക്കാർക്കിടയിലോട്ട് ഇത് നമ്മൾ വലിയ പ്രശ്നമായിട്ട് കാണാത്തൊരു സാധനം കണ്ടില്ലേ, ഇവർക്കിടയിൽ കണ്ടോ അമ്പലത്തിൻ്റെ ഇപ്പുറത്ത് നിന്നിട്ടാണ് ഇങ്ങനൊരു സംഭവം ആൾക്കാരൊക്കെ കൺസ്യൂം ചെയ്യുന്നത്. അപ്പം നോർത്തിലിരിക്കുന്ന ഈ ചാണകം തിരിയുന്ന ആൾക്കാരൊക്കെ ഇതൊക്കെ കാണുമ്പോൾ കണ്ടില്ലേ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നിന്ന് ഇവർ കാണിക്കുന്ന ഇതെന്താണ്? നമ്മുടെ ദേശദ്രോഹികളാണ് കേരള അല്ലെങ്കിൽ മലയാളികൾ എന്ന് പറയുന്നത്. അങ്ങനൊരു സാധനമാണ് ഇനി ആൾക്കാരിലോട്ട് കിട്ടുക, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനത്തെ ഒരു സാധനം ചെയ്തിട്ടുണ്ടാവുക. നമുക്കിനി അടുത്ത സാധനം കാണാം. ഒരു നാளைക്ക് എത്ര കിലോ കറി പോകും? അത് ഡെയിലി 4 3 ശനി ഞായർ 5 6 കിട്ടും. ബീഫ് 10 കിലോ ഡെയിലി. 20 kg ബീഫുണ്ട്, പോർക്കുണ്ട്, ചിക്കനുണ്ട്, താറാവുണ്ട്, കല്ലുമ്മക്കായുണ്ട്, കക്കിയുണ്ട്, ചെമ്മീനുണ്ട്, കൂന്തലുണ്ട്, ആടിൻ്റെ ബോട്ടിൻ്റെ, ബീഫിൻ്റെ ലിവറുണ്ട്, ആടിൻ്റെ ബ്രെയിനുണ്ട്, മീൻ വറുത്ത് പിലോപ്പിയുണ്ട്, കൊഴുവിയുണ്ട്, ചാളയുണ്ട്, മാന്തളുണ്ട്. இந்த ஹோட்டல் எவ்வளோ நாளாக நடத்திட்டு இருக்கீங்க? നിങ്ങളുടെ ആ ഒരു ഡയറക്ടർ ബ്രില്യൻസ് നിങ്ങൾ കണ്ടു. അതായത് ഈ പറയുന്ന ആ കടയിൽ എന്തൊക്കെ കൊടുക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ബീഫ് അത് ഇത് സാധനങ്ങളൊക്കെ ചങ്ങമ്പരിക്കുകൾ കൊടുക്കുന്നു പറയുന്നതിൻ്റെ കൂടുതൽ അവിടെ രാമൻ്റെയും അതേപോലെ മുരുകൻ്റെയും ഒരു ഫോട്ടോയും മറ്റേ ഒരു വിഗ്രഹം പോലത്തെ ഇതും വെച്ചിട്ടുണ്ടല്ലോ. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പം ഇങ്ങനെ ക്ഷേത്രത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ദൈവികമായിട്ടൊരു രാമനെ ദൈവത്തെ പോലെ കാണുന്ന ആൾക്കാരുണ്ട്. അപ്പം അറിയാലോ അവിടെ ജയ് ശ്രീരാം വിളിച്ചിട്ടാണ് അവിടെ കലാപങ്ങൾ സൃഷ്ടിക്കുന്ന ആൾക്കാർ. ഓക്കെ, അപ്പം അങ്ങനെയുള്ളപ്പം ആ ശ്രീരാമൻ്റെ വിഗ്രഹം പോലത്തെ അത് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു മുരുകൻ്റെ ഒരു ദൈവത്തിൻ്റെ ഫോട്ടോ അവിടെ വെച്ചിട്ടാണ് ഇത്തരത്തിൽ സാധനങ്ങൾ അവിടെ കൊടുക്കുന്നത്. എത്ര മഹാപാപികളാണല്ലേ നമ്മൾ മലയാളികൾ അല്ലേ? അടുത്ത കേൾക്കാം. ഒരു 20 வருஷம் ஆச்சு. 20 வருஷம். இங்க ரொம்ப ஃபேமஸான சாப்பாடு என்ன? ஆனா இங்க பீஃப் போர்க்கு കൂടുതൽ സെയിൽ. അത് സ്പെഷ്യൽ 20 kg ബീഫ് one day, pork 25 kg. One day? One day lunch മാത്രം. ഇത്ര വലിയ എക്സാജറേറ്റ് ചെയ്ത് കാണിക്കുന്നു. ഇത്രയും ഇവിടെ ഉണ്ടോ? ഒരു ഓയും ഇല്ല. ഇതൊക്കെ ഇവിടെ വളരെ നോർമലാണ്. അയ്യോ, ഇത് ഒന്ന് ആലോചിച്ചോക്ക്. തമിഴ്നാട്ടിൽ നിന്ന് അങ്ങോട്ട് പോയതാണ്, അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കിന് പെട്ടെന്ന് ആയി പെട്ടെന്ന്. I'm standing inside a small hotel in Kerala where beef is also a common food, and the thing is nobody here is whispering or keeping it low key. Nobody here looks uncomfortable, and we are not uncomfortable because we are eating a food. Okay,
അല്ലാതെ ചാണകമല്ല ഞങ്ങൾ കഴിക്കുന്നത് അൺകംഫർട്ടബിൾ ആവാനെ കൊണ്ട്. പറഞ്ഞ മനസ്സിലായില്ലേ? അതാണ് ഞങ്ങൾ അൺകംഫർട്ടബിൾ ആവാത്തതിന്റെ റീസൺ അതാണ്. Kerala is one of the most religiously diverse states in India. As per the census in 2011, roughly 54% are Hindus, 26% are Muslims, and 18% are Christians. So when you see beef on the table here, it is not locked to just one community. It is actually started from the Muslim families and Christian families, and as people have different like friend circle, when their friends is eating, they would love to try beef. And that is what I said. Once you try beef, because of that taste, you will not stop eating. ഈ ഒരു ന്യൂട്രീഷനിസ്റ്റ് ആണ് ഇതുപോലെ വന്ന് ഇത് പറയുന്നത്. അതായത് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ അങ്ങനെ കൊണ്ട് കൊടുത്ത കാര്യം ഇതിങ്ങനെ ഒരു പ്രൊപ്പഗണ്ടയായിട്ട് അല്ലെങ്കിൽ ഇതല്ല എന്നുള്ളതാണ് ഇവിടെ കീർത്തി പറയുന്നത്. അപ്പം ഇങ്ങനെ വന്നിട്ട് ബീഫ് ഈറ്റിംഗ് ഹിന്ദുസ് എന്ന് പറഞ്ഞ് ഇങ്ങനെ കൊടുക്കുമ്പോൾ തന്നെ അവർ വരുന്ന അവരുടെ ഉദ്ദേശം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണ്ട ഇങ്ങനെ ഒരു കാര്യം അങ്ങോട്ട് പറയാനൊക്കെ. ഇനി ഈ സാധനം കണ്ടില്ലേ, മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഇങ്ങനെ ഈ വീട് കാണുന്ന നിങ്ങൾ ഈ കാണുന്ന ആൾക്കാർ, നിങ്ങൾ ഈ പറയുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ പറഞ്ഞതിൻ്റെ പേരിലാണ് നിങ്ങൾ ഇതുപോലെ ബീഫ് കഴിക്കുന്നത്, അല്ലല്ലോ. അപ്പം ഇത് നമ്മുടെ ഒരു സുഹൃത്ത് ചിലപ്പോൾ ആണെങ്കിൽ നമ്മൾ കഴിക്കാത്തൊരു ഫുഡ് ആണെങ്കിൽ നമ്മുടെ ഒരു ഫ്രണ്ട് എങ്ങോട്ടെങ്കിലും റെസ്റ്റോറൻറ്റിൽ അതിന് മുമ്പ് ഇത് കഴിച്ചു, ഇത് നല്ല ഞാൻ മുമ്പ് കഴിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ അത് ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയുടെ പേരിൽ ഇങ്ങനെ വേർതിരിച്ച് ഈ ഒരു ഫുഡിനെ കാണേണ്ട ആവശ്യകത ഉണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഇത് നമ്മൾ അങ്ങോട്ട് ഒരാൾ ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ ഒരു ക്ലാരിറ്റിയിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കാര്യം വെച്ചാൽ അവർ എന്ത് ഉദ്ദേശത്തിലാണ് ഇവിടെ വരുന്നത്, എന്ത് പ്രൊപ്പഗണ്ടയാണ് അവർ പുറത്തോട്ട് വിടാൻ നോക്കുക, ഇതൊക്കെ നമ്മൾ ആലോചിച്ച് വേണം ഇത്തരം കാര്യങ്ങളൊക്കെ റെസ്പോണ്ട് ചെയ്യാനുള്ള എനിക്ക് പറയാനുള്ളത്. Nobody here is looking like they're making a political statement. It's look like people are just tired after work and they're hungry. Beef nalla irukku. അത്രയേ ഉള്ളൂ. പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ഞങ്ങൾക്ക് ഇതിനെ കാണേണ്ട ആവശ്യകതയില്ല. കാരണം കേരളത്തിൽ ഇത് ഞങ്ങളൊക്കെ വിശക്കുന്നു, നമ്മൾ പണിയെടുക്കുന്നു, നമ്മൾ ഫുഡ് കഴിക്കുന്നു, അതിനകത്ത് ഇതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷെ നിങ്ങൾ കേരള സ്റ്റോറി 2 ഇതിൻ്റെ ട്രെയിലർ ഇറങ്ങി അല്ലെങ്കിൽ ഈ സിനിമ ഇറക്കുമ്പോഴാണ് ഇത് നിർബന്ധിച്ച് ബീഫ് അടിപ്പിക്കുന്നു എന്ന് കാണിച്ചിട്ട് നമ്മളെ ഒരുമാതിരി നമ്മൾ ഒരു പ്രശ്നമില്ലാത്ത ഈ ഒരു സംസ്ഥാനത്തെ അല്ലെങ്കിൽ ഇവിടുത്തെ കുറച്ച് ജനങ്ങളെ, ഇവിടുത്തെ കുറച്ച് മനുഷ്യരെ അങ്ങോട്ട് ഒരാവശ്യമില്ലാതെ ലോക രാജ്യങ്ങളുടെ മുന്നിൽ ലോകത്തോട് തന്നെ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ ആൾക്കാരെന്ന് പറഞ്ഞാൽ നമ്മളെ മോശമായിട്ട് ചിത്രീകരിക്കാൻ ശ്രമിച്ച് നമ്മളെ ആവശ്യമില്ലാത്തൊരു പ്രശ്നത്തിലോട്ട് വലിച്ചിട്ടപ്പോൾ ഞങ്ങളിൽ ആരെങ്കിലുമൊക്കെ ബീഫ് കഴിച്ചുകൊണ്ടൊരു വീഡിയോ ഇട്ട് കണ്ടില്ലേ ഞങ്ങൾ ബീഫ് കഴിക്കുന്നു എന്ന് പറഞ്ഞത് ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. എന്നാൽ ഇത് ഞങ്ങളുടെ നാട്ടിൽ ഇത് സർവ്വസാധാരണമായിട്ട് നടക്കുന്ന കാര്യമാണ്. ഓക്കെ, ഇത് നിങ്ങൾ ഇറക്കിയപ്പോൾ മാത്രമല്ല ഇങ്ങനെ കഴിക്കുന്ന, അല്ലാത്തപ്പോൾ ഇവിടെ എത്ര കാലമായിട്ട് ഇവിടെ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ചിലപ്പോൾ ചാണകം കഴിക്കുന്ന ആൾക്കാരെയായിരിക്കും ഇവരൊക്കെ കണ്ടിട്ടുണ്ടാവുക. എന്നിട്ട് നമ്മൾ അങ്ങനെയല്ല, നമുക്കതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് അങ്ങനെ കാണേണ്ട ആവശ്യമില്ല. കാരണം ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ്, അതിനപ്പുറത്തോട്ട് നമ്മൾ അതിനെ പറ്റിയിട്ട് ഒന്നും ചിന്തിക്കണില്ല. So Kerala is basically one side is filled with the west coastline and the other side of Kerala is the western Ghats. So one side of the people eat a lot of seafood and the other side of people eat a lot of cattle. ഈ വെസ്റ്റേൺ ഗട്ട്സ് നമ്മുടെ പശ്ചിമഘട്ട മലനിരകൾ, അപ്പോൾ അവിടെ ഉള്ള ആളുകൾ ഇത്തരത്തിലുള്ള ഫുഡാണ് കഴിക്കാൻ പറയുമ്പോൾ നിങ്ങൾ ഇന്ത്യയിൽ ഈ പറയുന്ന മൗണ്ടൻ സീൽസ് ഒക്കെ ഉള്ള സംസ്ഥാനങ്ങളിലോട്ടൊക്കെ നിങ്ങൾ പോകണം. അപ്പോൾ അവിടെ പോയിട്ട് അവിടുത്തെ ആളുകൾ എന്താണ് ഭക്ഷിക്കുന്നത് എന്നുകൂടി നിങ്ങൾ ഇത്തരത്തിലുള്ള പങ്കുവെക്കണ്ടേ. We are in a beef shop and what you see is the beef. So in this shop particularly it is famous for buffalo meat and there are so many bones. So many things happening here. I'm scared. എന്തിന് எதுக்கு நீ இங்க ஸ்கேர்டுன்னு சொல்லிட்டு இருக்க? அந்த பீஃபோட மீட் உன்னை பிடிச்சி கடிச்சா தெரியல பொம்பளை, தெரியல என்ன நீ இவ்வளோ ஸ்கேர்டுன்னுள்ள பேசிட்டு இருக்கு. என்னோட தமிழ் கொஞ்சம் வீக்காக இருந்தாலும் മன்னிച്ചിട്. സ്കേർഡെന്ന് ഇപ്പം ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പം നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഇങ്ങനൊരു കാര്യം പറഞ്ഞിട്ട് ഇപ്പം ബീഫ് ഈറ്റിംഗ് ഹിന്ദുസ് ഇങ്ങനൊരു സാധനം പറഞ്ഞ് നിങ്ങൾ ഇവിടെ ഇങ്ങനത്തെ ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ നിങ്ങൾക്ക് പ്രശ്നമില്ല. യു ആർ സേഫ് ഹിയർ ബിക്കോസ് നിങ്ങൾ കേരളത്തിലാണുള്ളത്. മറ്റൊരു സംസ്ഥാനത്ത് പോയിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിച്ചിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുമോ? There's a customer buying 5 kg. They'll mostly make pickle out of it and fry out of it. And they're going to pack it and take it to Dubai. Wow. എന്ത് വാവ്? നിങ്ങൾ വാവ് അടിക്കേണ്ടത് അവിടെയല്ല. ഞാൻ വേറെ കഴിഞ്ഞ പിടിക്കത്തൊക്കെ വെച്ചൊരു സാധനമാണ്. BJPക്ക് 30 കോടി സംഭാവന നൽകി ഇന്ത്യയിലെ മുൻനിര ബീഫ് കയറ്റുമതിക്കാർ. ഇത് കണ്ടിട്ട് വേണം നിങ്ങൾ പറയാൻ വാവ്, ഓ ഇങ്ങനെയൊക്കെ ഇവിടെ നടക്കുമോ? അതിനല്ലേ നിങ്ങളിത് ചോദിക്കേണ്ടത്. I do eat beef.
and I do have eaten cow also. Okay. I want to understand, is the taste, as someone who never tasted beef, is the taste different from chicken or mutton? How different it is? Basically, if you type beef, there are cow meat and buffalo meat as well. So cow meat is very soft. ഈ കാര്യം മറ്റേതെങ്കിലും നോർത്തിലെ ഏതെങ്കിലും സ്റ്റേറ്റിലിരുന്നാണ് ഈ ഒരു വ്യക്തി ഇത് പറഞ്ഞെന്നുണ്ടെങ്കിൽ ഈ വ്യക്തി ഇത് പറഞ്ഞിട്ട് ഒരു 5 മിനിറ്റിന് ശേഷം ജീവനോട് ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നമ്മൾ എത്രയോ വാർത്ത കേട്ടിട്ടുണ്ട് ഇതുപോലെ ബീഫ് കഴിച്ചതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഇങ്ങനെ കച്ചവടം നടത്തേണ്ടൊക്കെ പേരിൽ ആൾക്കാരെ ഇല്ലാണ്ടാക്കി എന്നുള്ള വാർത്തകൾ. കേരളത്തിൽ ഇരുന്നുകൊണ്ട് നമുക്കിത് സംസാരിക്കാം. The Kerala's connection with beef start. We've had influences that's coming from other parts of the globe because of the spice trade. So you mean to say it was not very indigenous to Kerala? No, I can't say it was not indigenous, but if you ask me, it was so evident. We don't know. We don't have any historical data saying that it's very evident. But it doesn't say that it is not evident either. And that's what makes us, I think Malayali is very different. In a way, we're very open people. ഇതെന്ത് ചോദ്യമാണ്? ബീഫ് കഴിച്ചതിൻ്റെ ഇതിൻ്റെ ചരിത്രങ്ങൾ പരിശോധിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നത്. ഞാൻ ഇതിനകത്ത് പറയുന്നത്, നിങ്ങൾക്കറിയോ ഇത് ബീഫ് എന്നോട്ട് നമ്മൾ കഴിക്കാൻ തുടങ്ങി, എന്തുകൊണ്ട് നമ്മൾ കഴിക്കാൻ തുടങ്ങി നമുക്കറിയത്തില്ല. നമ്മൾ ബീഫ് എപ്പോഴോ കഴിച്ചു തുടങ്ങി. നമുക്ക് വിശപ്പുള്ളപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചു തുടങ്ങി. നമ്മൾ ഈ പറയുന്ന ഈ എവല്യൂഷൻ്റെ ഒക്കെ ഭാഗമായിട്ട് നമ്മുടെ ഈ ഒരു എക്കോസിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മറ്റൊരു ജീവിനെ അല്ലെങ്കിൽ മറ്റൊരു ജീവജാലത്തെ അല്ലെങ്കിൽ സസ്യങ്ങളെയൊക്കെ ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശപ്പടക്കാൻ വേണ്ടി ചെയ്യുന്ന ഇതൊരു എവല്യൂഷൻ്റെ ഭാഗമായിട്ട് നടന്നൊരു സാധനമാണ്. നാളെ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം തീർന്ന് ലാസ്റ്റ് എന്തിനെയാണോ കഴിക്കരുതെന്ന് ഈ ലോകം എല്ലാം കൂടെ പറയുന്നത്, ആ സാധനത്തെ പോലും ലാസ്റ്റ് നമ്മുടെ വിശപ്പടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിക്കും. അത് അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ. അപ്പം ഇത് പറയുമ്പോൾ നിങ്ങൾ ചോദ്യം ചോദിക്കേണ്ടത് നോർത്തിൽ പോയിട്ട് ഞാനൊരു ഫോട്ടോ ഇട്ട് വെക്കാം, മോദി ഭക്തൻ ഡോണ്ട് ഈറ്റ് ബീഫ് എന്ന് പറഞ്ഞിട്ട് പകരം പൊറോട്ട ബീഫി മുക്കി ഈ ചാണകത്തിൽ മുക്കി തിന്നുന്നൊരു ഇത് കണ്ട് എന്ത് ഡിസ്കസിങ് ആയിട്ടുള്ളൊരു സാധനമാണിത്. ഇതിൻ്റെ ചരിത്രങ്ങൾ നിങ്ങൾ പരിശോധിക്കുക. എവിടെ നിന്നാണ് ഈ ചാണകം ഭയങ്കര ഇതായെന്നുള്ള അവിടെ നിങ്ങൾക്ക് ഈ പോയി ചോദ്യം ചോദിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? Many Indian regions treat beef differently, and why did Kerala take another path? When the rest of the India goes in one direction, why Kerala goes in another direction? I think അതിനൊരൊറ്റ ആൻസറേ ഉള്ളൂ, കേരള സാർ 100% ലിറ്ററസി സാർ. അത്രേ ഉള്ളൂ അതിനകത്ത് മറുപടി. അതിനപ്പുറത്തോട്ട് ഒന്നും പറയാനില്ല. പിന്നെ ഇന്ത്യ എല്ലാവരും കൂടെ ശിലായുഗത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങൾ ഇപ്പോഴും ശിലായുഗത്തിലോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഫോർവേഡായിട്ട് തിങ്ക് ചെയ്ത് മുന്നോട്ടുള്ള വർഷങ്ങളിലോട്ട് ജീവിക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്കിന് കുറേ എണ്ണങ്ങൾ ബാക്കിലോട്ട് പോവുക എപ്പോഴും. എന്നിട്ട് നമ്മളെന്തിന് വേറെ ഡയറക്ഷനിൽ പോകും? നമ്മൾ പ്രോപ്പർ വേയിലാണ് നമ്മൾ പോകുന്നത്, മേലോട്ടാണ് പുറകിലോട്ട് പോകുന്നത്. പറഞ്ഞാൽ മനസ്സിലായില്ലേ? അത് അവിടെ പോയി ചോദിക്കണം. കേരളം ഒരു പ്രോപ്പർ വേയിൽ സഞ്ചരിക്കുമ്പോൾ എന്തുകൊണ്ട് ബാക്കിയുള്ള ഇത്തരത്തിലുള്ള പല സ്റ്റേറ്റുകളും ഇതുപോലെ പിന്നോട്ട് സഞ്ചരിക്കുന്നുള്ളൂ? നിങ്ങൾ അവിടെ പോയി ചോദിക്കണം. ചോദിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? അതിനുള്ള ധൈര്യം ഉണ്ടോ നിങ്ങൾക്ക്? അങ്ങനെ ചോദിച്ചതിന് ശേഷം നിങ്ങൾ ഇതുപോലെ സേഫ് ആയിട്ട് ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? We all worship snakes. We don't eat snakes, right? But in Northeast, people eat snakes. So we are going there and ask them to stop eating snakes because it is God. That sounds rude for them, great for us. Now അത്രേ ഉള്ളൂ. ഇത് നമ്മളിപ്പോൾ അവിടെ പോയിട്ട് നിങ്ങൾ പാമ്പനെ കഴിയുന്നത് ഞങ്ങൾ ദൈവത്തെ പോലെ അണിനിറാണ്ട് അവിടെ പോയി അടിനാശ വെള്ളപ്പൊക്കം ഉണ്ടാക്കാൻ നമ്മൾ പോകുന്നുണ്ട്? ഇല്ല. ഇതൊക്കെ കോമൺ സെൻസ് ആണ്. നമ്മൾ അല്ലെങ്കിൽ കുറച്ച് ആളുകൾ, ബേസിക്കലി എനിക്ക് അങ്ങനെ വിശ്വാസങ്ങളൊന്നും ഇല്ലാത്ത വ്യക്തിയാണ്, എങ്കിലും വിശ്വസിക്കുന്ന ആളുകൾ നമുക്കത് ഇങ്ങനത്തെ വിശ്വാസങ്ങളുണ്ട് എന്ന് എഴുതി ബാക്കിയുള്ളവർ കഴിക്കും. നമുക്ക് അങ്ങോട്ട് കയറിയിട്ട് നമ്മൾ അവിടെ ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാവാൻ പോകുന്നില്ല. അതിന് വേണ്ടുന്ന ഒരു സാധനമാണ് എഡ്യൂക്കേഷൻ, ലിറ്ററസി. അതുള്ള ആൾക്കാർക്ക് അങ്ങനെ ഒരു കാര്യത്തോടെ പോകേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ലേ? in many parts of North India, religions like Islam and Christianity spread through back-to-back wars. Their temples were destroyed. People were religiously persecuted at one point of the time. When a society goes through that kind of history, food and faith became very sensitive for them. People feel they have to protect them. But in Kerala, religion largely spread through trade. Arab traders came to the Malabar coast, and later Europeans also came through ports like Kozhikode and Kochi. Remember, even Vasco da Gama ended up in Kerala. So over time, people learned how to coexist with different religions around them. And for a very long time in Kerala, Kerala's biggest internal struggle was caste. And that's why even communism made a stronghold there. And historically, beef was not really a central part of old Kerala cuisine. Even the historian we spoke to and the local people confirmed it. അല്ല, ഇതിനകത്ത് ഈ കേരളത്തിൽ ഇതുപോലെ കാസ്റ്റ് പരമായിട്ടുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും അങ്ങനെയൊക്കെ ആയിട്ട് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ
എല്ലായിടത്തും ഇത്തരത്തിലുള്ള ചെറിയ രീതിയിലുള്ള, അല്ലെങ്കിൽ കേരളത്തിൽ ചെറിയ രീതിയിലും മറ്റുള്ളിടത്ത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളും നടക്കുന്നുണ്ട്. കാര്യം കഴിഞ്ഞ ദിവസം ഇതുപോലെ നോർത്ത് ഒരു ക്ഷേത്രത്തിൽ ഒരു ദളിത് കുഞ്ഞ് ക്ഷേത്രത്തിൽ കയറിയതിൻ്റെ പേരിൽ അങ്ങോട്ട് ആ കുഞ്ഞിനെ അങ്ങനെ കളഞ്ഞേക്കുന്ന ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നേ. അപ്പം അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളുണ്ട്. അപ്പം കേരളത്തിൽ ഇന്നതിൽ എത്ര ഒരു 0.0001% കേരളത്തിൽ അംഗങ്ങൾക്ക് സംഭവിക്കുന്നില്ല എന്ന് പറയുന്നില്ല, ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പം ഇതിനെ ഈ കാസ്റ്റിൻ്റെ ആ ഒരു പ്രശ്നത്തിലേക്ക് ഈ ബീഫിനകത്തോട്ട് കലർത്തേണ്ട ആവശ്യകത എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ ഇതിനകത്ത് ഈ ഫുഡിൻ്റെ പേര് പറഞ്ഞ് ഈ കാസ്റ്റിനകത്ത് കലർത്തിയിട്ട് ഇവിടെ കാസ്റ്റ് അല്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ കാസ്റ്റിൻ്റെ റിലീജിയൻ്റെ ഒന്നും പ്രശ്നമില്ല. നമുക്ക് വശക്കുന്നു, we are hungry, we eat food, that's it. അതിനപ്പുറത്തോട്ടൊന്നും ഇല്ല. And Kerala has around 55% Hindus and nearly 45% Muslims and Christians together. When almost half of the population comes from the communities without any restrictions on beef, naturally the food culture becomes very different. And most importantly, politics and cinema also played a role here. Beef fry and parota slowly became part of the pop culture. When something keeps appearing in movies, hotels and everyday life, it just becomes very normal for them. Whatever may be the reason, people have adopted to it. So maybe this is the real takeaway. What feels sacred in one place can feel completely ordinary in another place, and both realities can exist inside the same country. Kerala did not wake up one day and decided to be different. It evolved in a completely different way, and understanding that different doesn't mean you have to agree with them. It just means you understand it. എഗ്രി ചെയ്യേണ്ട, അണ്ടർസ്റ്റാൻഡ് ചെയ്താൽ മതിയെന്ന്. എന്താണ് അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടത്? ഇതിനകത്തുടനീളം ഇതൊക്കെ ഇട്ടിട്ട് മറ്റേ കണ്ടോ തൃശ്ശൂർ പൂരമൊക്കെ നടക്കുന്ന അതിന് അടുത്ത് തന്നെ ഇത്രയും കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീഡിയോയ്ക്കകത്ത് ഹിഡൻ ആയിട്ട് മറ്റേ ഈ പ്രൊപ്പഗണ്ട സിനിമകൾ വരുമല്ലോ, ഈ കേരള സ്റ്റോറി 2 പോലത്തെ അല്ല, ഈ ലിമിറ്റഡ് ആയിട്ടുള്ള ഈ ദുരന്തർ സിനിമയ്ക്കകത്തൊക്കെ ഇട്ടേക്കുന്ന ഒരു സാധനങ്ങളില്ലേ, അതുപോലത്തെ കുറച്ച് ഈ ഡയറക്ടർ ബില്യൻസ് എന്നൊക്കെ പറഞ്ഞിടുന്ന കുറേ പ്രൊപ്പഗണ്ടകളുണ്ടല്ലോ. അപ്പോൾ ഇതിനകത്ത് മറ്റേ ആ ഫുഡിൻ്റെ എന്തൊക്കെ ഉണ്ടെന്നുള്ള പറയുമ്പോഴത്തേക്കും അവിടെ ശ്രീരാമൻ്റെ ഇതും ദൈവത്തിൻ്റെ ഫോട്ടോയൊക്കെ വെച്ചേക്കുന്ന ഇതൊക്കെ എടുത്ത് കാണിക്കുക. ഇതൊക്കെ നിങ്ങൾ ഉദ്ദേശിച്ചതുകൊണ്ട് എന്താണ് ആളുകൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടുന്നത്? എന്താണ് അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടുന്നത്? നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടുന്ന ഒരു കാര്യം ഞാൻ ഇവിടെ നിന്ന് കാണിച്ചു തരാം. കേരള സ്റ്റോറി എന്ന് പറയുമ്പോൾ റിയൽ കേരള എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോ ഉണ്ട്, അപ്പോൾ അതുകൂടെ ഒന്ന് നിങ്ങൾ കണ്ടോ. ഒരു കാര്യം പ്രത്യേകമായിട്ട് ഉണർത്താനുണ്ട്. നമുക്കെല്ലാം അറിയാവുന്നത് പോലെ ആറ്റുകാൽ പൊങ്കാലയാണ് ഏതാനും ദിവസങ്ങൾക്കകം വരുന്നത്. വേറൊരു വിശ്വാസവുമായി ബന്ധപ്പെട്ടതാകയാൽ അതിൻ്റെ ആചാരങ്ങളിലും ചടങ്ങുകളിലും നമ്മൾ പങ്കാളികളല്ല. പക്ഷേ കുറേ സഹോദരിമാരും കുട്ടികളും തിരുവനന്തപുരം നഗരത്തിലേക്ക് അതിഥികളായിട്ട് എത്തുന്ന സന്ദർഭമാണ്. അവരുടെ ഏറ്റവും നല്ല ആതിഥേയരായിട്ട് മാറാൻ നമുക്ക് സാധ്യമാവണം. റമദാനിലാണ് ഈ വർഷം യാദൃശ്ചികമായിട്ട്, കഴിഞ്ഞ വർഷവും അങ്ങനെയായിരുന്നു ഈ പൊങ്കാല ഉണ്ടാവുന്നത്. ഏതായാലും റമദാനിൻ്റെതായ ഏറ്റവും നല്ല സന്തോഷത്തിന്റെ, സാഹോദര്യത്തിന്റെ, സ്നേഹത്തിന്റെ അനുഭവങ്ങൾ അവർക്ക് സമ്മാനിക്കുവാൻ, നമ്മുടെ സഹോദരിമാർക്കും അതുപോലെ തന്നെ അവരുടെ കുട്ടികൾക്കും സമ്മാനിക്കുവാൻ നമുക്ക് സാധ്യമാവണം. കുടിവെള്ളവും റമദാൻ വിഭവങ്ങളും എല്ലാം അവർക്ക് നാം സമ്മാനിക്കണം. അവർക്ക് വിശ്രമിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കണം. നമ്മുടെ മസ്ജിദുകളും വീടുകളും എല്ലാം അവരുടെ മുമ്പിൽ പൂർണ്ണമായും തുറക്കപ്പെടുന്ന ഒരു സാഹചര്യം തീർച്ചയായും ഉണ്ടാവേണ്ടതുണ്ട്. സ്നേഹവും സാഹോദര്യവും. അതുകൊണ്ട് മാത്രമേ നമുക്ക് ലോകത്തും രാജ്യത്തും വളർന്നു വരുന്ന ഇസ്ലാമോഫോബിയയും വിദ്വേഷത്തെയും പ്രതിരോധിക്കാൻ സാധിക്കൂ എന്നുള്ള പൂർണ്ണമായിട്ടുള്ള ബോധ്യം നമുക്കുണ്ടാവണം സഹോദരങ്ങളെ. അതിനുള്ള ആ ഒരു നമ്മുടെ സ്നേഹത്തിന്റെ, സാഹോദര്യത്തിന്റെ നല്ല നല്ല ആവിഷ്കാരത്തിലുള്ള സന്ദർഭമാണ് ഇതുപോലുള്ള സന്ദർഭങ്ങൾ എന്ന് പറയുന്നത്. ദിസ് ഈസ് ദ റിയൽ കേരള സ്റ്റോറി. കേരളത്തെ പറ്റിയിട്ട് പറയുമ്പോൾ ഇതൊക്കെ നിങ്ങൾ പറയണ്ടേ, നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഉൾപ്പെടുത്തിക്കൂടെ? നിങ്ങൾക്ക് ഇതുപോലെ ഒരു നിങ്ങൾ ആലോചിക്കുക, തൊട്ടടുത്തൊരു അമ്പലം, തൊട്ട് ഒരു എന്താ പറയുക, ഒരു 1-2 മീറ്റർ തൊട്ടിപ്പുറത്ത് മാറിയിട്ട് അടുത്തൊരു ക്ഷേത്രം. അപ്പം ഇങ്ങനൊരു രീതിയിൽ നമ്മളുടെ ഒരു കൾച്ചർ, നമ്മൾ അങ്ങനെ ഒരു സഹോദര്യ തുല്യമായിട്ട് എല്ലാവരെയും കാണുന്നു. നമുക്കിടയിൽ ഈ പറയുന്ന ബീഫിൻ്റെ പേരിലോ അല്ലെങ്കിൽ മതത്തിൻ്റെ പേരിൽ വർഗീയപരമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് കണ്ടോ, ഓൾറെഡി ഒരു പ്രോബ്ലം ഇല്ലാത്തൊരു സാധനം അവരായിട്ടാണ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ഒരു റിയാലിറ്റി എന്താണെന്ന് അറിയാനൊക്കെ എന്നിട്ട് നിങ്ങൾ എന്താണ് ഈ കാണിക്കണത്? എനിക്ക് മനസ്സിലാവണില്ല. ഈ കുറേ നോർത്ത്, എല്ലാവരും അല്ല കേട്ടോ, നോർത്തിലെ പല എണ്ണങ്ങളും പല കമൻറ്റ് ബോക്സിലൊക്കെ വന്നിട്ട് കാണുന്ന സാധനം കാണുമ്പോൾ പേടിയാണ്. അങ്ങോട്ടൊക്കെ നമ്മളിപ്പോൾ ഒരു ട്രിപ്പ് പോകണമെന്ന് വെച്ചാൽ പോലും നമ്മൾ വി ആർ കമ്മിങ് ഫ്രം കേരള എന്ന് പറയാൻ ഒരു പേടി പോലെ തോന്നുന്നു. കാര്യം അവിടെ എല്ലാം മണ്ടന്മാരാണ് കുറേ ആൾക്കാർ. അമ്മരിപ്പോഴും വിചാരിച്ചിരിക്കുന്നത് നമ്മൾ മറ്റേ ഇല്ല നമ്മളെയൊക്കെ ഒറ്റപ്പെടുത്തി നിർത്തേണ്ടുന്ന ചില ആൾക്കാരാണെന്ന് വിചാരിച്ചിരിക്കുക അവിടെയുള്ള കുറേ എണ്ണങ്ങൾ. സീരിയസ്ലി
ഇനിയും ഇത് ഇത്രയും പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും പുറത്തോട്ട് ഇതിൻ്റെ റിയാലിറ്റി, ഗ്രൗണ്ട് റിയാലിറ്റി കാണിക്കാനാണല്ലോ താങ്കൾ ശ്രമിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള ഇപ്പോൾ നിങ്ങൾ റിയാലിറ്റി കാണിക്കേണ്ടുന്ന ചില സാധനങ്ങളുണ്ട്. ഈ റോഡ് മുസ്ലിങ്ങൾക്ക് ഉള്ളതല്ല. യു പിയിലെ ദേശീയപാതയിൽ വിദ്വേഷ സന്ദേശവുമായി ഹിന്ദുത്വവാദികൾ. ഓക്കെ, ഇതിൻ്റെ റിയാലിറ്റി നിങ്ങൾ പുറത്തോട്ട് കൊണ്ടുവരണ്ടേ? ഇത് കാണിക്കാനെ കൊണ്ട് അവിടെ പോയി ചെയ്യാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടോ? നെക്സ്റ്റ് വൺ, വിദ്യാർത്ഥിനികളെ ബലാത്സംഗം ചെയ്യുമെന്ന് ABVP ഭീഷണി. മോദിയുടെ ഡൽഹിയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് AAP. ഇതിൻ്റെ ഒരു റിയാലിറ്റി പറ്റിയിട്ട് സംസാരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഇനി മറ്റൊരു സാധനം, ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് പഠാൻ സിനിമ ഇറങ്ങിയപ്പോൾ കാവി കളറിട്ട് ദീപിക പദകോൺ ഇതുപോലെ ഒരു ബിക്കിനി ഇട്ടു എന്ന് പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് അവർ പ്രശ്നമുണ്ടാക്കി? അപ്പോൾ ഈ കാവി നിറത്തോടുള്ള ഈ ഒരു പ്രശ്നം അത്രയും സെൻസിറ്റീവായിട്ട് വരുന്ന അല്ലെങ്കിൽ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു ഇഷ്യൂ, കാവി നിറത്തോട് എന്തുകൊണ്ടാണ് ഇവർക്ക് ഇത്രയും വലിയ പ്രശ്നമുണ്ടാകുന്നത്? അതിൻ്റെ ഒരു റിയാലിറ്റി, ഗ്രൗണ്ട് റിയാലിറ്റി നിങ്ങൾക്ക് തുറന്ന് കാണിക്കാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടാവും. കേരളത്തിലാകുമ്പോൾ നിങ്ങൾക്കത് പറ്റും, കാരണം യു ആർ സേഫ് ഹിയർ. ബാക്കിയുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് ഇതുപോലെ സംസാരിക്കാൻ പറ്റുമോ? അപ്പോൾ നേരത്തെ ആ കമൻറ്റിനകത്തൊക്കെ പറഞ്ഞ പോലെ തന്നെ നെക്സ്റ്റ് ടൈം കേരളത്തിൽ വരുമ്പോഴത്തേക്കും നിങ്ങളുടെ ആ പ്രൊപ്പഗണ്ടൊക്കെ വീട്ടിൽ വെച്ചിട്ട് വരിക എന്നുള്ളത് പറയാനുള്ളൂ. പിന്നീട് വന്ന കമൻറ്റ് ബോക്സിൽ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, ഇങ്ങനെയല്ല എന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ എന്താണ് നിങ്ങളിവിടെ ഉദ്ദേശിച്ചത്? എന്താണെങ്കിലും ഇത്രയും കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നിയെന്നുള്ളത് തീർച്ചയായും കമൻറ്റ് ബോക്സിൽ പറയുക. പിന്നെ കീർത്തി ഗോവിന്ദസ്വാമിയുടെ അടുത്ത് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് മാത്രം സമാധാനം. എന്നാണെങ്കിൽ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ ശരി.